ബന്ധങ്ങൾ തകരുമ്പോൾ ഒറ്റപ്പെട്ട പോലെ തനിച്ചായതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈ വീഡിയോ ബ്രേക്കപ്പ് കഴിഞ്ഞ് കരകയറാൻ കഴിയാതെ നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുക. ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ചെയ്യുന്ന ആദ്യത്തെ കാര്യം നമ്മുടെ സുഹൃത്തുക്കളോട് സങ്കടം പറയുകയും കരയുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? ഈ ലോകത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആളുകളുടെ കൂടെ ഇരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. നിങ്ങൾ നിരന്തരമായി നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമൊക്കെ അവർ കേൾക്കും, പിന്നീട് അവരെ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കും. ശരിയല്ലേ? നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്തിട്ടില്ലേ? സോ നിങ്ങളുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താതെ തന്നെ നിങ്ങളുടെ പെയിൻ, ആങ്കർ, സഫറിംഗ് ഇതെല്ലാം ഒന്ന് മാറ്റിയെടുത്താലോ? ഇതെങ്ങനെ സാധിക്കുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ ടിപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഫീൽ യുവർ ഫീലിംഗ്സ്. നിങ്ങളുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യാതെ അതിനെ കംപ്ലീറ്റ്ലി ഒബ്സർവ് ചെയ്യാനും അതിനെ അംഗീകരിക്കാനും ശ്രമിക്കുക. ഈ സമയത്ത് ജേർണലിംഗ് ചെയ്യുന്നതോ കരയുന്നതോ എല്ലാം നിങ്ങളുടെ റിലീഫിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. മീനിങ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നത് നിങ്ങളെ ഒരു പരിധി വരെ സഹായിക്കും. ഉദാഹരണമായി പുതിയ ഗോൾസ്, പുതിയ ഹോബീസ് എന്നിവയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ചിലരെല്ലാം ലൈഫിൽ ഒരു പർപ്പസ് ഒക്കെ കണ്ടെത്തുന്നത് ഈ സമയത്തായിരിക്കും. പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. ഈ സമയത്ത് സ്വയം ഗിൽറ്റ് തോന്നുന്നതൊക്കെ വളരെ സ്വാഭാവികമാണ്. സോ സെൽഫ് കമ്പാഷൻ ഇംപ്രൂവ് ചെയ്യാനായി ശ്രമിക്കുക. റിഫ്ലക്ട് ആൻഡ് ലേൺ. ലൈഫിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും അതിൽ നിന്നൊരു ലെസൺ എടുക്കാനുണ്ടാവും. സോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ സിറ്റുവേഷനിൽ നിന്നും ഒരു ലെസൺ എടുത്ത് അത് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുക. മൂവ് യുവർ ബോഡി. വളരെ തകർന്നിരിക്കുമ്പോൾ നാച്ചുറലായി ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് സ്വയം ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് സീക്ക് ചെയ്യുക.